ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സൂചനാ പണിമുടക്ക് പൂർണ്ണം. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. സ്വകാര്യ ആശുപത്രി ശൃംഖലയുള്ള അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ. സംസ്ഥാന റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മികച്ച കളക്ടർ, മികച്ച താലൂക്ക് തൃശൂർ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാതയിലെ AC പണിമുടക്കി. കൃത്യമായ മേൽനോട്ടമോ സർവീസോ ഇല്ലാത്തതാണ് AC തകരാറിലാകാൻ കാരണം. കാട്ടകാമ്പൽ പെരുമ്പുള്ളി നഗറിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. 30-ലേറെ ആനകളാണ് റബ്ബർ എസ്റ്റേറ്റിൽ തമ്പടിച്ചിരിക്കുന്നത്. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ ജില്ലയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിച്ച് സാമുദായിക സമവാക്യങ്ങളും. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ഇരിങ്ങാലക്കുടയും ഗുരുവായൂരും ഘടകകക്ഷികളായ കേരള കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമുള്ളതാണ്. ഇവിടെ യഥാക്രമം തോമസ് ഉണ്ണിയാടനും CH റഷീദും മത്സരിക്കും. മണലൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനായി TN പ്രതാപൻ കളത്തിലിറങ്ങും. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ KV ദാസനാകും സ്ഥാനാർത്ഥി. സംവരണ മണ്ഡലമായ നാട്ടികയിൽ സുനിൽ ലാലൂരും ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫുമാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ കോർപ്പറേഷൻ മേയർ ക്രിസ്ത്യൻ സമുദായാംഗമാണ് എന്നത് കണക്കിലെടുത്ത് സമുദായ സമവാക്യം പരിഗണിച്ച് തൃശൂർ മണ്ഡലത്തിൽ TV ചന്ദ്രമോഹൻ മത്സരിക്കും. ഒരു മണ്ഡലത്തിൽ മുസ്ലിം സമുദായാംഗം വേണം എന്നത് കണക്കിലെടുത്ത് കയ്പമംഗലത്ത് TM നാസറിന്റെ പേരാണ് ഉയരുന്നത്. ഏതെങ്കിലും മണ്ഡലത്തിൽ വനിതയാകണം സ്ഥാനാർത്ഥി എന്നത് മുൻനിർത്തി പുതുക്കാട് സോണിയാഗിരി അല്ലെങ്കിൽ കുന്നംകുളത്ത് സോയ ജോസഫ് എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ പേര് പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ പേര് വടക്കാഞ്ചേരിയിലും കുന്നംകുളത്തും ഉയരുന്നുണ്ട്. കുന്നംകുളത്ത് അനിൽ അക്കരയുടെ പേരും പരിഗണനയിലുണ്ട്. കൊടുങ്ങല്ലൂരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് സ്ഥാനാർത്ഥിയാകും. ഒല്ലൂരിൽ ക്രൈസ്തവ സമുദായാംഗമാവും സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്ത്, മുൻ മേയർ രാജൻ ജയപല്ലൻ എന്നിവരുടെ പേരുകളാണ് ഇവിടെ പരിഗണനയിലുള്ളത്. TCV തൃശൂർ. ചേലക്കര മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത തെളിയുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയായേക്കും. ചേലക്കര മണ്ഡലം മുസ്ലിം ലീഗിന് നൽകി പകരം കോങ്ങാട് മണ്ഡലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസിൽ എതിർപ്പുയർന്നിരുന്നു. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ KA തുളസിക്ക് കോങ്ങാട് സീറ്റിൽ മത്സരിക്കാനായിരുന്നു ഈ വെച്ചുമാറ്റമെന്ന് ആക്ഷേപമുയർന്നു. ചേലക്കര മണ്ഡലം ലഭിക്കുന്നതിനോട് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിനും താല്പര്യമുണ്ടായിരുന്നില്ല. നിലവിൽ ജില്ലയിലുള്ള ഏക സീറ്റായ ഗുരുവായൂരിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താനാണ് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല, സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഉയർത്തിക്കാണിക്കാനായി ഒരു സ്ഥാനാർത്ഥിയും ലീഗിനില്ല. ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം സീറ്റ് വിട്ടുകൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല. വിജയസാധ്യതയുള്ള സീറ്റാണ് ചേലക്കരയെന്നും ലീഗിന് നൽകിയാൽ CPM-ന് ജയം സമ്മാനിക്കുന്നതിന് തുല്യമാകുമെന്നും ഇവർ പറയുന്നു. ഇതോടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ ചേലക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തെളിയുകയാണ്. TCV ചേലക്കര. ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തുന്ന സൂചനാ പണിമുടക്ക് പൂർണ്ണം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 7 വർഷമായി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതിന് കാരണം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ശമ്പള വർധനവ് നടപ്പിലാക്കാനുള്ള ഉത്തരവ് സർക്കാർ നൽകാത്തതാണ്. ഈ സാഹചര്യത്തിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാണ് ആവശ്യം.
കൂടാതെ ഡോക്ടർ എസ് ബലരാമൻ, വീരകുമാർ കമ്മിറ്റികളുടെ ശുപാർശ നടപ്പിലാക്കണമെന്നും UNA ആവശ്യപ്പെടുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തൃശൂർ ശക്തൻ നഗറിൽ സംഘടിപ്പിച്ച അവകാശ പ്രഖ്യാപന സമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് നഴ്സുമാരുടെ സ്വജീവൻ മറന്നുള്ള സേവനമാണ്. അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമായ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 2018 ഏപ്രിൽ 23 ശേഷം നിങ്ങളുടെ ശമ്പള വർധന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് കേരളത്തിലെ നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകർ വലിയ ആവേശത്തിലും അതിൻ്റെ ആവശ്യത്തിലുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നഴ്സുമാരുടെ ലഗ്നക്കാർട്ട എന്ന് വിളിക്കപ്പെടാവുന്ന തളറാം കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഉന്നയിക്കപ്പെട്ട 50ഓളം കാര്യങ്ങൾ കേരളത്തിലെ നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാക്കേണ്ട വളരെ നിർണായകമായിട്ടുള്ള അനുഭവങ്ങളും അവകാശങ്ങളും. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, സംഘടനാ ദേശീയ സെക്രട്ടറി MV സുദീപ്, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ES ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി നഴ്സുമാരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ സ്തംഭിപ്പിക്കാതെ 1/3 നഴ്സുമാരുടെ സേവനം മാത്രം നൽകിക്കൊണ്ടാണ് പണിമുടക്ക് നടന്നത്. ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ലോങ് മാർച്ച്, സമ്പൂർണ്ണ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി. TCV തൃശൂർ. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സൂചനാ സമരം നടത്തിയ നഴ്സുമാർ തൃശൂരിൽ അവകാശ സംരക്ഷണ റാലി സംഘടിപ്പിച്ചു. തെക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിച്ച റാലി സ്വരാജ് റൗണ്ട് ചുറ്റി ശക്തൻ നഗറിൽ സമാപിച്ചു. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ, ദേശീയ സെക്രട്ടറി MV സുദീപ്, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ES ദിവ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. റാലിയിൽ ആയിരക്കണക്കിന് നഴ്സുമാർ പങ്കെടുത്തു. ആവശ്യങ്ങളിൽ ഇനിയും സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയില്ലെങ്കിൽ ലോങ് മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് UNAയുടെ തീരുമാനം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സ്വകാര്യ ആശുപത്രി ശൃംഖലയുള്ള P1 എന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയതായി ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചു. പണം കൈപ്പറ്റിയതിന്റെ രേഖകൾ ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടു. ബ്ലാക്ക് സ്റ്റോൺ അമേരിക്കൻ കമ്പനിയുടെ ഉപകമ്പനിയാണ് P1. കിംസ്, ആസ്റ്റർ എന്നീ ആരോഗ്യ സ്ഥാപനങ്ങൾ P1 കമ്പനി വാങ്ങിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അവസാനം ആലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഉഷ ജോസഫും ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ആശുപത്രികളിലെ സർജറികളിലെ കെടുകാര്യസ്ഥത അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പം എന്താണ് ഗവൺമെൻറ് ആശുപത്രികൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പൊതുസമൂഹത്തോട്
ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. വലിയ സമരം ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ വലിയ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സമയമില്ല. മുഖ്യമന്ത്രി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ ഇങ്ങനെ മനുഷ്യർ കേരളത്തിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് അതിന്റെ നഷ്ടം? അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട രോഗികളുടെ, മേജർ സർജറികൾ നിശ്ചയിച്ചിട്ടുള്ള രോഗികളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. റവന്യൂ വകുപ്പിന്റെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ രാമനിലയത്തിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരത്തിന് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായി. മികച്ച റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ പുരസ്കാരം തൃശൂരിലെ PA വിഭൂഷണന് ലഭിച്ചു. തൃശൂരാണ് മികച്ച താലൂക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട മികച്ച തഹസീൽദാറായി TG ബിന്ദു തിരഞ്ഞെടുക്കപ്പെട്ടു. അയ്യന്തോളാണ് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസ്. മികച്ച വില്ലേജ് ഓഫീസർമാരായി ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജിലെ TK അനിൽകുമാർ, ഒല്ലൂക്കര നെട്ടിശ്ശേരി വില്ലേജിലെ സാഹിറ BV, മേത്തല വില്ലേജിലെ TR പ്രശാന്ത് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലാ കളക്ടർക്ക് ഇത് ഇരട്ടി മധുരം. തുടർച്ചയായി രണ്ടാമത്തെ സംസ്ഥാന അവാർഡിനാണ് അർജുൻ പാണ്ഡ്യൻ അർഹനാകുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ശിശു വികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സേവനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മികച്ച കളക്ടർ എന്ന അംഗീകാരം ഇതിനു മുൻപ് ലഭിച്ചിരുന്നു. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് അംഗീകാരം ലഭിച്ചതെന്ന് കളക്ടർ TCVയോട് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി അനൗൺസ് ചെയ്തപ്പോൾ. അത് കേട്ടപ്പോഴത്തേക്ക് അത് എല്ലാവരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഒരുപാട് നല്ല സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഓഫീഷ്യൽസും ആത്മാർത്ഥമായിട്ട് ഓരോ പ്രശ്നങ്ങളും, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. കുറെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലാൻഡ് ഇഷ്യൂസ്, കുറെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ നടന്നും വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം പരമാവധി ആത്മാർത്ഥത്തോടു കൂടി എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനമായിരുന്നു കാഴ്ചവെച്ചത്. എന്തായാലും ഇതിൽ കൂട്ടായിട്ട് നിന്ന് ഇതിനായിട്ട് പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. തൃശൂർ DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. DMO ഓഫീസിലേക്ക് പ്രകടനവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മിഥുൻ മോഹൻ, ഹരീഷ് മോഹൻ, ജിഷ്ണു ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. നാട് ഭരിക്കാനറിയില്ലെങ്കിൽ കോൺഗ്രസ് സിന്ദാബാദ്. ശീതീകരണ സംവിധാനം പണിമുടക്കി. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാതയിലൂടെയുള്ള യാത്രയ്ക്ക് ചൂടേറുന്നു. കടുത്ത വേനൽക്കാലത്തിന്റെ വരവറിയിച്ച് അന്തരീക്ഷ താപനില നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. പൊള്ളുന്ന വെയിലിൽ പുറത്തിറങ്ങാൻ പോലും ആളുകൾ മടിക്കുകയുമാണ്. എന്നാൽ തൃശൂർ നഗരത്തിലെത്തുന്നവർക്ക് കനത്ത വെയിലിന് ഒരല്പം ആശ്വാസം പകരുന്ന ഇടമായിരുന്നു സാംസ്കാരിക നഗരിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കോർപ്പറേഷന്റെ അഭിമാനമായ ശക്തൻ നഗറിലെ ആകാശപാത. ദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട ഇടം. മഴയും വെയിലും കാറ്റും പൊടിയും ഒന്നുമേൽക്കാതെ വാഹനത്തിരക്കിൽപ്പെടാതെ നഗരക്കാഴ്ചകൾ കണ്ടാസ്വദിച്ച് 4 ദിക്കിലേക്കും നടന്നു നീങ്ങാവുന്ന ഇടം. പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാതയിലൂടെയുള്ള യാത്ര പലർക്കും വെയിലിന്റെ ചൂടിൽ നിന്നും രക്ഷ നേടാനുള്ള ഇടത്താവളം കൂടിയായിരുന്നു. എന്നാൽ ഇവിടുത്തെ AC പണിമുടക്കിയിട്ട് നാളേറെയായി. ഇതോടെ പുറത്തേക്കാൾ ചൂടാണ് പൂർണ്ണമായും അടച്ചുകെട്ടിയ ആകാശപാതയ്ക്കുള്ളിൽ അനുഭവപ്പെടുന്നത്. കൃത്യമായ മേൽനോട്ടമോ സർവീസോ ഇല്ലാത്തതാണ് പ്രശ്നപരിഹാരം വൈകാൻ കാരണം. AC-ക്ക് പുറമെ 4 ലിഫ്റ്റുകളിൽ ഒരെണ്ണവും പണിമുടക്കിയിരുന്നു. ഇതിനുള്ള പരിഹാര നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൊടുംചൂട് എത്തും മുൻപേ
അടിയന്തരമായി AC-യുടെ കേടുപാടുകൾ പരിഹരിച്ച് സഞ്ചാരം സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV തൃശൂർ. കാട്ടകാമ്പൽ പെരുമ്പുള്ളി നഗറിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. അന്നിക്കര സുബ്രഹ്മണ്യന്റെ മകൾ ദേവികയെയാണ് ആക്രമിച്ചത്. വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് പന്നി തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞു. പരിക്കേറ്റ കുട്ടിയെ പഴഞ്ഞി കോട്ടോൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ വാരിയലിന് മുകൾ ഭാഗത്തായി ആഴത്തിൽ മുറിവേറ്റു. മുറിവിൽ 4 തുന്നിക്കെട്ടലുണ്ട്. സംഭവം അറിഞ്ഞ് കാട്ടകാമ്പൽ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കൊളത്തേരി, KH സിദ്ദിഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പാലപ്പിള്ളി മേഖലയിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. കുട്ടിയാനകൾ ഉൾപ്പെടെ 30-ലേറെ ആനകളാണ് റബ്ബർ എസ്റ്റേറ്റുകളിൽ തമ്പടിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ചിമ്മിനി എസ്റ്റേറ്റിലെത്തിയ ആനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിരവധി യാത്രക്കാരാണ് വഴിയിൽ കുടുങ്ങിയത്. ഇത്രയേറെ ആനകൾ ഒന്നിച്ച് ജനവാസ മേഖലയിൽ എത്തുന്നത് ആദ്യമായാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അക്കരപ്പാടി, കാരിക്കുളം എന്നിവിടങ്ങളിലാണ് ആനക്കൂട്ടം തമ്പടിക്കുന്നത്. പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡിലും ആനകൾ ഇറങ്ങുന്നുണ്ട്. തോട്ടങ്ങളിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചതോടെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾക്ക് പണിക്കിറങ്ങാൻ കഴിഞ്ഞില്ല. നാട്ടുകാരും വാച്ചർമാരും ചേർന്ന് പലതവണ ആനകളെ കാട് കയറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മേഖലയിൽ വേണ്ടത്ര RRT സംഘങ്ങൾ ഇല്ലാത്തതും പ്രതിസന്ധിക്കിടയാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടുകൾക്ക് സമീപമെത്തിയ ആനക്കൂട്ടത്തെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയുമാണ് അകറ്റിയത്. വനപാലകർ ഇടപെട്ട് ആനകളെ കാട് കയറ്റാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ 2.69 കോടി വോട്ടർമാരാണുള്ളത്. കരട് പട്ടികയിൽ നിന്ന് 53,229 പേരെ ഒഴിവാക്കിയെങ്കിലും പുതിയ അപേക്ഷകൾ പരിഗണിച്ചതുകൂടി കണക്കാക്കുമ്പോൾ അന്തിമ പട്ടികയിൽ 15,11,292 വോട്ടർമാരുടെ വർധനയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 16 ലക്ഷം വോട്ടർമാരുടെ കുറവും SIR-ന് ശേഷമുള്ള പട്ടികയിലുണ്ട്. തൃശൂർ ജില്ലയിൽ 25,12,921 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,18,432 പുരുഷന്മാരും 12,94,470 സ്ത്രീകളും 19 ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ സ്വീകരിച്ച് ഹിയറിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. വോട്ടർ പട്ടികയിൽ ഇനിയും പേര് ചേർക്കാൻ അവസരമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം വരെ പേര് ചേർക്കാം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചാമുണ്ടേശ്വരി നക്ഷത്ര മരതകം ഫ്ളാറ്റിൽ താമസിക്കുന്ന കരുവന്നൂർ പടിഞ്ഞാറത്ത് വീട്ടിൽ സൗദാമിനിയാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യ വിഭാഗം മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി. കുന്നംകുളം ജംഗ്ഷൻ പട്ടാമ്പി പാതയിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കല്ലുപുറം പാതയുടെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ മുൻപുണ്ടായിരുന്ന സീബ്ര ലൈൻ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കോഴിക്കോട്, കുറ്റിപ്പുറം, പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളിലേക്ക് എത്തുന്നതിന് യാത്രക്കാർ തിരക്കേറിയ റോഡ് മുറിച്ചുകടക്കണം. സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാർ പറയുന്നു. പലപ്പോഴും ഭാഗ്യം ആശ്രയിച്ചാണ് റോഡ് കടക്കേണ്ടി വരുന്നതെന്നും യാത്രക്കാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടും കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന അടയാളങ്ങൾ സ്ഥാപിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. തൃശൂർ റോഡിലെ പഴയ ബസ് സ്റ്റോപ്പ് ഭാഗത്ത് സീബ്ര ലൈൻ നിലവിലുണ്ടെങ്കിലും വടക്കാഞ്ചേരി റോഡിൽ അത് പാതി മാഞ്ഞ നിലയിലാണ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പട്ടാമ്പി പാതയിലെ മലായ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളിൽ അടിയന്തരമായി സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം.
പിണറായി സർക്കാരിന്റെ പുതിയ മദ്യക്കുപ്പിക്ക് പ്രതീകാത്മകമായി യൂത്ത് കോൺഗ്രസ് പേരിടൽ ചടങ്ങ് നടത്തി. ലാസ്റ്റ് മിനിസ്ട്രി എന്ന് പേര് വിളിച്ച് യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പേരിടൽ ചടങ്ങ് നടത്തി. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത് പേരിടൽ ചടങ്ങ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് MN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ സമൃദ്ധി കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഗുണഭോക്താക്കളുടെ സംഗമവും തൃശൂരിൽ നടന്നു. പട്ടികജാതി വിഭാഗക്കാരുടെ നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കുന്നതിനൊപ്പം സാമ്പത്തിക ശാക്തീകരണം ത്വരിതപ്പെടുത്തുക എന്നതാണ് പ്രത്യേക ടോപ്പ് അപ്പ് വായ്പാ പദ്ധതിയായ സമൃദ്ധി കേരളത്തിലൂടെ വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിലൂടെ 10 കോടി രൂപയുടെ സബ്സിഡിയോടെ 1000 പേർക്ക് 50 കോടി രൂപ വായ്പയായി നൽകാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ D ധർമ്മലശ്രീ കുടുംബശ്രീ വായ്പാ വിതരണം നിർവഹിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൗശികൻ പദ്ധതി വിശദീകരണം നടത്തി. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു, മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ, പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ M ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളായ 3 പേരെ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് പോലീസ് പിടികൂടി. കൂരിക്കുഴി ആശേരിക്കയറ്റം സ്വദേശി പണിക്ക് വീട്ടിൽ ഇജാസ്, കരുവന്നൂർ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിയാസ്, പൊറത്തിശ്ശേരി പുരയാറ്റുപറമ്പിൽ വീട്ടിൽ ഗോകുൽ കൃഷ്ണ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ഈ മാസം 17 രാത്രിയാണ് പെരിഞ്ഞനം സ്വദേശി അനീസിനെ പ്രതികൾ വീട്ടിൽ കയറി ആക്രമിച്ചത്. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. ഈ കേസിൽ കരുവന്നൂർ പൊറത്തിശ്ശേരി സ്വദേശികളായ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഷമീർ, മുരിങ്ങത്ത് വീട്ടിൽ സുധൻ എന്നിവരെ നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. വല്ലച്ചിറയിൽ വീടിന് നേരെ പന്നിപ്പടക്കമെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ മുഖ്യപ്രതിയും കുപ്രസിദ്ധ ഗുണ്ടയുമായ മുല്ലക്കര ചെമ്പകപ്പുള്ളി വീട്ടിൽ രാഹുൽ പിടിയിലായി. തിങ്കളാഴ്ച പുലർച്ചെ 1:30 കേസിനാസ്പദമായ സംഭവം. വല്ലച്ചിറ സ്വദേശി സുനിതയുടെ വീടിന് നേരെയാണ് രാഹുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഫോടക വസ്തു എറിഞ്ഞത്. സുനിതയുടെ മകൻ ശരത്ത് പ്രതികളുടെ കാർ തകർത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. സ്ഫോടനത്തിൽ വീടിന്റെ മുൻവാതിൽ തകർന്നിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നടത്തിയ ശേഷമാണ് കലശ ചടങ്ങുകൾ തുടങ്ങിയത്. തുടർന്ന് 16 വെള്ളി മുളം പാലികകളിൽ 12 ധാന്യങ്ങൾ വിതച്ച് തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുളയിടൽ ചടങ്ങ് നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 27-നാണ് സഹസ്ര കലശം. 1000 കുടങ്ങളിലെ കലശം ഭഗവാന് അഭിഷേകം ചെയ്യും. തുടർന്ന് കൂത്തമ്പലത്തിൽ നിന്ന് ബ്രഹ്മകലശം എഴുന്നള്ളിച്ച് ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ക്ഷേത്ര അഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് ഉത്സവത്തിന് മുന്നോടിയായി 8 ദിവസങ്ങളിലായി സഹസ്ര കലശ ചടങ്ങുകൾ നടത്തുന്നത്. 28-ന് ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടത്തിന് ശേഷം രാത്രിയിലാണ് ഉത്സവത്തിന് കൊടിയേറുക. മാർച്ച് 9-ന് ആറാട്ടോടെ കൊടിയിറങ്ങും. കേരള കാർഷിക സർവകലാശാല ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പ്രോ ചാൻസലറായ കൃഷിമന്ത്രി P പ്രസാദാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നാളികേര വികസനത്തിനായി പിലിക്കോട് മികവിന്റെ കേന്ദ്രം ആരംഭിക്കും. ഗുണനിലവാരമുള്ള വിത്തുകൾ, നടീൽ വസ്തുക്കൾ, ജൈവ ഇൻപുട്ടുകൾ എന്നിവയുടെ ഉൽപ്പാദനത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം പരിഹരിക്കുന്നതിനായി ഗവേഷണ പദ്ധതികൾ രൂപപ്പെടുത്തി. കൃഷിയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കും ബഡ്ജറ്റിൽ രൂപം നൽകിയിട്ടുണ്ട്. പെൻഷൻ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് കാർഷിക സർവകലാശാല പെൻഷനേഴ്സ് ഫോറം സർവകലാശാല ആസ്ഥാനത്ത് ധർണ നടത്തി. CITU ജില്ലാ സെക്രട്ടറി KK രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. VS സത്യശീലൻ, B ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ 41 കോടി രൂപ അനുവദിച്ചതായി വൈസ് ചാൻസലർ B അശോക് സർവകലാശാല ജനറൽ കൗൺസിലിൽ ഉറപ്പ് നൽകി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറിയായിരുന്ന VK മോഹനന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു. CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം കിസാൻ സഭ അഖിലേന്ത്യാ സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് MV സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്ര ബാബു, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് മണലൂർ സ്വദേശി MR മോഹനന് സമ്മാനിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആരോഗ്യം ആനന്ദം പ്രചരണ പരിപാടി തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ നടത്തറ റോഡിൽ തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ അമിതഭാരം കയറ്റിയ 5 ടിപ്പറുകൾ പിടികൂടി. വാഹന ഉടമകളിൽ നിന്നും 2,50,000 രൂപ പിഴ ഈടാക്കി. ഡ്രൈവർമാരുടെ ലൈസൻസ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് നടപടിയെടുത്തത്. തൃശൂർ മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷന്റെയും ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PS സിന്ധു, ചീഫ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. DA കുടിശ്ശിക നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി MO ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TG രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി V യൂനസ്, സംസ്ഥാന കമ്മിറ്റി അംഗം IB മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന കലോത്സവമായ നിസരി തൃശൂരിൽ തുടരുന്നു. നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ നല്ല യുവത എന്ന ആശയം മുൻനിർത്തിയാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 10ഓളം വേദികളിലായാണ് കലാമേള അരങ്ങേറുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം ഞായറാഴ്ച സമാപിക്കും. ഇനി വാണിജ്യം. അരനൂറ്റാണ്ടിലേറെയായി തൃശൂരിന്റെ അഭിമാനമായി തുടരുന്ന രാഗം തിയേറ്റർ BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്തു. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഉദ്ഘാടനം നടന്നു. BLM രാഗം തിയേറ്ററിൽ നിന്ന് BLM സ്ഥാപക ചെയർമാൻ R പ്രേംകുമാർ നയിച്ച റോഡ് ഷോയിൽ വാദ്യമേളങ്ങൾ, പൂക്കാവടികൾ, പുലിക്കളി, തെയ്യം, പൂത്താലമേന്തിയ വനിതകൾ, ഫാൻസി രൂപങ്ങൾ തുടങ്ങിയവ അണിനിരന്നു. തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന ചടങ്ങ് BLM സ്ഥാപക ചെയർമാൻ R പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. BLM വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ അധ്യക്ഷത വഹിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ എന്നിവർ മുഖ്യാതിഥികളായി. BLM പ്രസിഡന്റ് N കരുണാമൂർത്തി, സിദ്ധേശ്വർ നായർ, VP സൈതലവി, മുരുകൻ, ഷിനോഷ്, AK സുനിൽ, സിബി, മനോജൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 52 വർഷമായി തൃശൂരിൽ പ്രവർത്തിച്ചു വരുന്ന രാഗം തിയേറ്റർ 1 വർഷം മുൻപാണ് BLM മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാങ്ങിയത്. കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലുള്ള സെൻട്രൽ രജിസ്ട്രാറുടെ നിയന്ത്രണാധികാരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് BLM. 2006 സ്ഥാപിതമായ BLM കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ 140-ലേറെ ബ്രാഞ്ചുകളുമായാണ് പ്രവർത്തിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ ജില്ലയിൽ UDF സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ സാധ്യത. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ നടത്തിയ സൂചനാ പണിമുടക്ക് പൂർണ്ണം. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് സമരം. നഴ്സുമാരുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ എത്രയും വേഗം എത്തിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജു. CPM-നെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ. സ്വകാര്യ ആശുപത്രി ശൃംഖലയുള്ള അമേരിക്കൻ കമ്പനിയിൽ നിന്ന് CPM 4 കോടി രൂപ കൈപ്പറ്റിയെന്ന് ശോഭാ സുരേന്ദ്രൻ.
സംസ്ഥാന റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മികച്ച കളക്ടർ, മികച്ച താലൂക്ക് തൃശൂർ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DMO ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. DMO ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തൃശൂർ ശക്തൻ നഗറിലെ ആകാശപാതയിലെ AC പണിമുടക്കി. കൃത്യമായ മേൽനോട്ടമോ സർവീസോ ഇല്ലാത്തതാണ് AC തകരാറിലാകാൻ കാരണം. കാട്ടകമ്പൽ പെരുമ്പുള്ളി നഗറിൽ വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന 9 വയസ്സുകാരിയെ കാട്ടുപന്നി ആക്രമിച്ചു. പാലപ്പള്ളി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കാട്ടാനക്കൂട്ടം. 30-ലേറെ ആനകളാണ് റബ്ബർ എസ്റ്റേറ്റിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.